ഏവർക്കും സ്പോട്ടോപ്പയിലേക്ക് സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം സൂപ്പർ 8ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപാട് പോരായ്മകൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ 8ല് ഇന്ത്യയെ കാത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും കരുത്തരായ ഓസ്ട്രേലിയയാണ്. അപ്പൊ എന്തായാലും ഇന്ത്യ വിയർപ്പൊലിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് സ്പോട്ടോപ്പിക്കും തോന്നിയിട്ടുള്ളത്. സൂപ്പർ 8ലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോരായ്മകളുണ്ട്. എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോരായ്മകളെ കുറിച്ചാണ്. ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ ലൈനപ്പിൽ തന്നെയാണ്. നമുക്കറിയാം, ഓപ്പണിങ്ങിൽ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് തന്നെ ഒരുപാട് പോരായ്മകൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. പ്രത്യേകിച്ച് വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ തനതായ പൊസിഷൻ 3 എന്നാണെങ്കിൽ കൂടിയും T20യിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഓപ്പണിങ്ങിലാണ് ഇറങ്ങുന്നത്. അതെന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ആദ്യ 3 മത്സരങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ശിവൻ ദുബൈയുടെ ഒരു പ്രസൻസ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് 3 കളിയിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാനെതിരെയും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏറ്റവും നല്ല മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ മലയാളികളുടെ സ്വന്തം സഞ്ജു വി സാംസണിനെ പുറത്തിരുത്തിക്കൊണ്ടാണ് ശിവൻ ദുബൈ മോശം പ്രകടനം നടത്തുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അടുത്തത് പറയാനുള്ളത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ് പോലെയുള്ള ഒരുപാട് മികച്ച ടീമുകളൊക്കെ 4-5 ഫാസ്റ്റ് ബോളേഴ്സിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ ടീം വെറും 3 ഫാസ്റ്റ് ബോളേഴ്സിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് USA പിച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫാസ്റ്റ് ബൗളേഴ്സ് കൂടുതലില്ലാത്തത്, സ്ക്വാഡിൽ ഇല്ലാത്തത് ഇന്ത്യൻ ടീമിനെ ഒരുപാട് വലച്ചത് നമുക്ക് കാണേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഒരു 4-5 ഫാസ്റ്റ് ബൗളേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരു റൊട്ടേഷൻ നടപടിയിലൊക്കെ അവർ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ഒരു ഫാസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇന്ത്യൻ ടീമിന് ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോഴും ജസ്പ്രീത് ബുംറയെ ഒരുപാട് ഒബ്സസ് ചെയ്യുന്നത് ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സ്പോട്ടോപ്പിയുടെ പ്രഡിക്ഷൻ. അടുത്തത് പറയാനുള്ളത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്. തീർച്ചയായും മുന്നേ പറഞ്ഞു, സഞ്ജു വി സാംസനെ പോലെയുള്ള നല്ല മിഡിൽ ഓർഡർ ബാറ്റ്സ്മാര് ലൈനപ്പിൽ ഉണ്ടെങ്കിൽ കൂടിയും അവരൊന്നും ഇറക്കാത്തത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരാശകൾ സമ്മാനിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ശിവൻ ദുബെ ഒരു നിരാശ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും അക്ഷർ പട്ടേലിനും ഒന്നും ഇന്ത്യൻ ടീമിന് വേണ്ടി അവരുടേതായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പറയാനുള്ളത് ഓപ്പണിങ്ങിലാണ്. നമുക്കറിയാം, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയാണ് ഓപ്പൺ ചെയ്യുന്നത്. വിരാട് കോഹ്ലി ആകട്ടെ ആദ്യ 3 കളികളും വമ്പൻ പരാജയമാണ്. രോഹിത് ശർമ്മ ആകട്ടെ ഫസ്റ്റ് കളിയിൽ ഒരു 50 അടിച്ചു. അതിനുശേഷമുള്ള കളികളിലൊന്നും രോഹിത് ശർമ്മയുടെ ഒരു മിന്നലാട്ടങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തനത് ഇന്നിങ്സ് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടി വരിക. അടുത്തത് പറയാനുള്ളത്, 5ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റൊട്ടേഷൻ നടപടി തീർച്ചയായും ഇന്ത്യൻ ടീം നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തീർച്ചയായും സെമി ഫൈനലോ ഫൈനലിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് സ്പോട്ടോപ്പിയുടെ ഒരു പ്രഡിക്ഷൻ. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെയുള്ള ടീമുകൾ എന്തുകൊണ്ടാണ് വലിയ വലിയ ബിഗ് മാച്ചുകൾ ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അവരുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് റൊട്ടേഷൻ നടപടി അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസിനെ പോലും അവർ ബെഞ്ചിലിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള റൊട്ടേഷൻ നടപടികൾ സ്വീകരിക്കാത്തത് തീർച്ചയായും ഇന്ത്യൻ ടീമിനെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് സ്പോട്ടോപ്പിയുടെ പ്രഡിക്ഷൻ. എന്നിരുന്നാലും ഇപ്പൊ എന്തായാലും സൂപ്പർ 8ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കളികൾ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഓസ്ട്രേലിയയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് സെമിയിലേക്ക് അനായാസം തന്നെ ഇന്ത്യ മുന്നേറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ത്യ ഈ ഒരു T20 വേൾഡ് കപ്പ് കിരീടം നേടട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.